ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കരാട്ടെ ക്ലാസ്സിലാണ്. ഞാൻ കുറച്ച് കിക്ക് പഠിപ്പിച്ചു തരാം. ആരെയും അറ്റാക്ക് ചെയ്യാനല്ല ഞാൻ ഇത് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കിക്കെന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാമല്ലോ, ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കിക്ക് ചെയ്യുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പോയി കാണണം. ഈ കിക്ക് എന്ന് വെച്ചാൽ ഒരാളെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. അപ്പോൾ ഈ കാലും വെച്ച് ഒരു ചവിട്ട് കൊടുക്കുക. എവിടെ വേണമെങ്കിലും കൊടുക്കാം, മുഖത്തിന് വേണമെങ്കിൽ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. അപ്പം ശ്രദ്ധിച്ചോണം. ഇതാണ് മാഗിരി. ഒരാളെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ വേണ്ട ഇവിടം വെച്ച് ഇത് കണ്ടോ, ഇവിടം വെച്ച് ഒരാളെ ചവിട്ടുക. നമ്മൾ ഒരിടത്ത് ലക്ഷ്യം വെച്ച് വേണം ചവിട്ടാൻ, അല്ലെങ്കിൽ പവർ കിട്ടത്തില്ല. കണ്ടാണ് 1 2 ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ കാല് ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇത് കണ്ടോ, ഈ ഇത്രയും വെള്ളം ഇങ്ങനെ വെക്കണം. ഇവിടം കൊണ്ടാണ് നമ്മൾ ചവിട്ടുന്നത്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നേരെ ഒരു കിക്ക്, കൈ ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ പിടിക്കണം. ഇങ്ങനെ വെച്ചിട്ട് കിക്ക് കൊടുക്കും. 1 കുറേ എനിക്ക് ആദ്യം നമ്മൾ മുട്ടിൻ്റെ ലെവലിൽ കൊടുക്കണം. 1 കൂട്ടി പോകണം. മീൻസ് സ്റ്റൊമക്ക് 2 3 4. ഇനിയും ഇത് ഞാൻ ഒന്നുകൂടെ സ്പീഡിൽ കാണിക്കാം. കണ്ടോണേ, ധരിച്ചോണേ. 1 2 3. കണ്ടല്ലോ, സെക്കൻഡാണ് യോഗോഗിരി. നമ്മൾ ആദ്യം ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കിയിട്ട് ബാക്കിയുള്ള വെള്ളം ഇങ്ങനെ താത്തി കൊടുക്കണം. നമ്മൾ കിക്ക് ചെയ്യുന്നത് ഇവിടെ കൊണ്ടാണ് കിക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് 1 2. ഇത് വീട്ടിൽ ബാലൻസ് ചെയ്യണം. പതുക്കെ ബാലൻസ് ചെയ്തിട്ടേ പറ്റാവൂ. 1 2 1 2. അത് ചവിട്ടി നിർത്തണം അവിടെ. 1 2. പിന്നെ ഈ കാല് ഇങ്ങനെ വെച്ച് ചെയ്യല്ലേ, അപ്പം വീടും. ഈ കാൽ ഇങ്ങനെ ഇച്ചിരി അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. തിരിച്ചിട്ട് കിക്ക് ചെയ്യണം. കാണിച്ചു തരാം. പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിച്ചു കിക്ക്. ഇനി സ്പീഡ് ചെയ്ത് കാണിക്കാം. 1 കിക്ക് ചെയ്തിട്ട് കാല് ഇവിടെ കൊണ്ടുവരണം. ഇവിടെ കൊണ്ടുവന്നിട്ട് ബാക്ക് കൊണ്ടുപോകാവൂ. 1 2 3. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം കിക്ക് ചെയ്യാൻ. നമ്മുടെ ലെഗ് ഇപ്പോൾ മുകളിലോട്ട് പോക്കണമെങ്കിൽ ബാലൻസ് വേണം. അതിന് നമ്മൾ കുറച്ച് എക്സസൈസ് ചെയ്യണം, ഫ്ലെക്സിബിൾ ആവുന്നതിന്. കൈ ഇങ്ങനെ വെച്ചിട്ട് 1 2 3 4 5. ഈ നമ്മൾ സൈഡിലോട്ട് 1 2 3. ഇതൊരു 5 വട്ടം ചെയ്യണം. ഇനി ഞാൻ കിക്ക് ചെയ്ത് കാണിക്കാം. ഞാൻ ഇപ്പോൾ കാണിച്ചു, ഒന്നുകൂടെ കാണിക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാണിക്കാം. നമ്മൾ കാല് വെക്കുമ്പോൾ 1 2 1 2 1 2 1 2. ഇനി നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചരിച്ചു കൊടുക്കണം. 1 2 1 2 1 2 1 2 1 2. ഇനിയും നമ്മൾ ചരിച്ചിട്ട് പതുക്കെ ലാൻഡ് ചെയ്യണം. 1 2 സ്ലോ ബാക്ക്. 1 2 സ്ലോ ബാക്ക്. 1 2 സ്ലോ. ഇനി നമ്മൾ അവിടുന്ന് ഇപ്പോൾ കാണിച്ചു പോകണം. 1 ഇവിടെ കൊണ്ടുവന്നിട്ടേ നമ്മൾ കിക്ക് ചെയ്യാം. 1 2 1 2 1. തേർഡാണ് മാമാഗിരി. നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ട് കിക്ക് ചെയ്യണം. കാണിച്ചു തരാം.
നമ്മൾ സെക്കൻഡ് വേണ്ട ഞാൻ കാണിച്ചില്ലേ 1 2 3 4 5. ഇനി നമ്മൾ അത് കണക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ തിരിച്ചു കൊടുക്കണം. 1 2 3 4 5. 1 2 3 4. ആയി നമ്മൾ ഹൈറ്റ് കുറച്ച് വേണം ചെയ്യാൻ. കൈ ഇവിടെ പിടിക്കണം. 1 2 1 2 1. പിന്നെ നമ്മൾ ഹൈറ്റ് കൂട്ടി പോകണം. 1 2 1 2 1 2. എനിക്ക് നമ്മൾ അടിക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ വേണം അടിക്കാൻ. ഒന്നുകൂടെ കാണാം. ഇതല്ല ഞാൻ ഒന്നുകൂടെ സ്പീഡിൽ കാണിക്കാം. ഫസ്റ്റ് മാഗിരി, ഫസ്റ്റ് സെക്കൻഡ് യോക്കോഗിരി. നമ്മൾ ചെയ്യുമ്പോൾ പവർ വേണം ചെയ്യാൻ. ഫസ്റ്റ് കിക്ക് മാഗിരി, സെക്കൻഡ് കിക്ക് യോക്കോഗിരി, തേർഡ് കിക്ക് മാമാഗിരി. അത് അടുത്ത കാലം ചെയ്യണം. ഞാൻ പഠിപ്പിച്ചെന്ന് കണക്ക് 1 1 2 1 2. നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ ഈ കാലം കൊണ്ട് ഒരാളെ ഇങ്ങനെ പിടിച്ചിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഞാൻ കാണിക്കാം. ഇപ്പോൾ ഒരാൾ നിൽക്കുമെന്ന് വിചാരിച്ചോ. ഈ കാലം എടുത്ത് എന്നിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടൊക്കെ ഉണ്ട് ഇത് പുഷ് ചെയ്ത് കൊടുക്കുക, തള്ളി കൊടുക്കുക. എല്ലാം ഇങ്ങനെ. ഇത് മാത്രം ഇത് സൈഡിലോട്ട് അടിക്കുന്നതാണ്. 1 2 3. സ്പീഡിൽ കാണിച്ചു തരാം. പഞ്ചിങ് ബാഗ് ഈ കിക്ക് ചെയ്യുമ്പോൾ റൊട്ടേഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ അല്ലാതെ ചെയ്ത് കാണിക്കാം. 1 1 2 3 4. ഒന്നുകൂടി വേറെ. ഇന്നത്തെ കിക്ക് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോസിൽ ഞാൻ ഇതിൽ കൂടുതൽ ഇടുന്നതായിരിക്കും. എല്ലാവരും പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.